നൽകിയല്ലോ. ഈ ക്യാമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ആത്മീക അനുഭവം പ്രാപിച്ച് പുതുക്കപ്പെട്ട ഒരു അനുഭവത്തോടെ വരും ദിനങ്ങളിൽ കർത്താവിന് വേണ്ടി ദേശത്ത് സാക്ഷികളായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ ഇന്ന് പകൽക്കാലം ധാരാളമായി നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിനായി എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്ത് കർത്താവിന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനായി ഇന്ന് പകൽക്കാലം നമ്മെ സമ്പൂർണ്ണമായും സമർപ്പിക്കാം. Praise the Lord. Hallelujah. 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 ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽവേളയ്ക്കായി നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു നാഥ. ഈ മാസം ഇപ്രകാരം കർത്താവേ ഈ സഭയിൽ വെച്ച് വീണ്ടും കാഞ്ഞിരംകുളം സെക്ഷൻ സിയുടെ ഒരു ക്യാമ്പ് നടത്തപ്പെടുക മുന്നമേ അങ്ങ് കർത്താവ് ഞങ്ങൾക്ക് നിയോഗം നൽകി. പ്രത്യേകിച്ച് ഇതിന് കർത്താവ് നേതൃത്വം നൽകുന്ന ദാസന്മാർക്ക് നൽകിയ നല്ല അനുഭവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവ് ഈ ക്യാമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം കൃപയൊരുക്കണമേ. ഈ ക്യാമ്പിനെ ഉദ്ഘാടനം ചെയ്യുവാനായി ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ വൃത്തിനായി സ്തോത്രം ചെയ്യുന്നു. സെക്ഷൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കർത്തദാസനെ അധികാരപ്പെടുത്തണമേ. മറ്റു കമ്മിറ്റികളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ഈ സിയുടെ പ്രസിഡന്റായതുപോലെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായി ദൈവദാസന്മാരെ എല്ലാവരെയും ഒന്നുകൂടെ പുത്തൻ ഉണർവോടുകൂടെ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ കർത്താവ് സിയോഗം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് കൃപയൊരുക്കുന്നത് കൊണ്ട് സ്തോത്രം. കടന്നു വന്ന മറ്റ് കർത്തദാസന്മാർക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഓ കർത്താവ് യുവജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ തലമുറയില് കർത്താവ് ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ, ഓ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നിലനിൽക്കുവാൻ, കർത്താവ് യുവജനങ്ങൾക്ക് നിലനിൽക്കുവാൻ ആവശ്യമായ സ്വർഗീയ ആലോചന ഈ പകൽക്കാലം പകരുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പുത്തൻ അഭിഷേകത്തോടെ പുത്തൻ കൃപയോടെ ശത്രു കൊണ്ടിടുന്ന സകല പ്രതികൂലങ്ങളെയും ആത്മീയ ജീവിതത്തിൽ നിന്ന് തകർത്ത് കളയുവാൻ നോക്കുന്ന ദുഷ്ടശക്തികളെ കർത്താവേ അതിനോടെതിരിട്ട് കർത്താവേ ജയം പ്രാപിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ പകൽക്കാലം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ എല്ലാവരെയും ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മറ്റ് കർത്താവേ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് വിശ്വാസ സമൂഹങ്ങളെ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ സഭയ്ക്കായി സ്തോത്രം. ഈ ക്യാമ്പ് ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ ദാസനെയും കുടുംബത്തെയും എല്ലാവരെയും എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തെയും ഭംഗിയാക്കി തീർക്കണമേ. പ്രതികാലിൽ പകൽക്കാലം ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസനെയും അങ്ങ് ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആലോചനകളും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ശബ്ദത്തെയും വെളിച്ചത്തെയും എല്ലാം കർത്താവെ അങ്ങ് നിയന്ത്രിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ CA ക്യാമ്പ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് ആരംഭിപ്പാൻ തക്കവണ്ണം ദൈവടിയാക്കി ഈ രണ്ടാമത്തെ ദിവസം നിൽക്കുന്ന ആരാധന ഏറ്റവും അനുഗ്രഹമാക്കണമേ. ഇതുവരെ ആരാധന ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസന്മാരെ ശക്തീകരിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവേ, എല്ലാ യുവതീവാക്കന്മാരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ തീരുമാനത്തോടുകൂടെ, പുതിയ പ്രതിഷ്ഠയോടുകൂടെ, പുതിയ സമർപ്പണത്തോടുകൂടെ, ആത്മശക്തിയോടുകൂടെ, കൃപാവരങ്ങളോടുകൂടെ പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കടന്നു പോകേണ്ടതിന് കൃപ നൽകണമേ. ദുഷ്ടന്റെ സകല കെണികളെയും തന്ത്രങ്ങളെയും
ജയിക്കുവാൻ ആത്മാവിന്റെ ബലം അവിടുന്ന് പകരേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ യുവാക്കന്മാരെയും ദൈവം ശക്തീകരിക്കണമേ കർത്താവേ. ആമേ. അനേക യുവാക്കന്മാർ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആമേ ആത്മബലത്തോടുകൂടെ ശത്രുവിന്റെ സകലതന്ത്രങ്ങളെയും ജയിക്കുവാൻ വേണ്ടതായ ബുദ്ധിയും ശക്തിയും ദൈവകൃപയും പ്രാപിച്ച് അഭിഷേകം പ്രാപിക്കേണ്ടവർ ആമേ ഈ പകൽക്കാലം അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടരോട് എതിർപ്പാൻ കഴിയുന്നതിന് ദൈവത്തിന്റെ സർവായുധവർക്കും ആമേ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ധരിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ സെക്ഷൻ പ്രസിഡന്റിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവേ സാന്നിധ്യവും കൃപയും അവിടുന്ന് പകരണമേ. അവിടുത്തെ മേല് ധീരതയോട് ശക്തിയോട് അഭിഷേകത്തോട് ചിതറിപ്പാൻ കൃപ നൽകണമേ. ഈ ഉദ്ഘാടനമേ കർമ്മം നിർവഹിക്കുവാൻ ദാസനെ പൂർവ്വധിക ശക്തിയോടുകൂടെ ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സെക്ഷൻ CA കമ്മിറ്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആമേ കമ്മിറ്റിയിലൂടെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക CA പ്രസിഡന്റായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഈ സെക്ഷൻ ആമേ CA നയിക്കുവാൻ ആവശ്യമായ ജ്ഞാനം ദൈവകൃപ അവിടുന്ന് പകർന്ന് പരിപാലിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാ ദൈവദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദൈവശക്തിയോടുകൂടെ നയിക്കണമേ, പരിപാലിക്കണമേ. ഇന്ന് രാത്രി പകൽക്കാൻ നടക്കുന്ന ബൈബിൾ ധ്യാനം അനുഗ്രഹമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേ പുത്രൻ ശക്തി പ്രാപിച്ച് ഓരോരുത്തരും ആമേ ഇവിടെ കടന്നു പോകേണ്ടതിന് ദൈവം കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു CA ക്യാമ്പ് നടക്കുന്നത് വരെ ആമേ പരിശുദ്ധാത്മാവിന്റെ ആമേ ശക്തിയിൽ നയിക്കപ്പെടേണ്ടതിന്, നടക്കപ്പെടേണ്ടതിന്, ജീവിക്കേണ്ടതിന് വേണ്ടതായ എല്ലാ ആത്മീക ബോധനവും ദൈവം നൽകി സഹായിക്കണമേ. വ്യക്തിപരമായി ദൈവാത്മാവ് ഹൃദയങ്ങളെ വർഷിച്ചുകൊണ്ട് ദൈവാത്മാവ് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ സുഹൃത്തുക്കളെയും ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ ഇമാമെ മാതാപിതാക്കൾക്കായി ഞങ്ങളുടെ കൊച്ചുമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇവരെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. കടന്നു വന്നവർക്കായി സ്തോത്രം. ഇനി കടന്നു വരേണ്ട എല്ലാവരെയും കൂട്ടിവരുത്തണം. എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം നടത്തി പരിപാലിക്കും. എല്ലാ മഹത്വവും അങ്ങ് എല്ലാ പുകഴ്ചയും അങ്ങ് കേൾപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണം സംഗീത പിതാവേ. ആമേൻ. പിന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹമായ ഇപ്രാവശ്യത്തെ CA ക്യാമ്പിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഇന്നലെയുമായിട്ട് നടക്കുന്ന ഈ ക്യാമ്പിൽ ഈ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിൽ നേരത്തെ തന്നെ കടന്നു വന്ന നാം ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ ഹോസ്പിറ്റൽ, അതുപോലെ പ്രിയ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഫ്രാൻസിസ് പാസ്റ്റർ, മറ്റ് ദൈവഭൃത്യന്മാരായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഇന്നലെ രാത്രിയിൽ അനുഗ്രഹമായ ശുശ്രൂഷകൾ നമ്മുടെ നടുവിൽ നിർവഹിച്ച പ്രിയ ജോണി പൗലോസ് പാസ്റ്റർ, അവർ CAയുടെ പ്രസിഡന്റായി ചുമതല വഹിക്കുന്ന പ്രിയ മാത്യു പാസ്റ്റർ, രാജൻ പാസ്റ്റർ, അതുപോലെ സോമശേഖരൻ പാസ്റ്റർ, സ്ഥലം സഭയുടെ പ്രിയ ദൈവദാസൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർ, ഉദാസഭകളിൽ നിന്ന് കടന്നു വന്നവർ, ഈ ആത്മീക ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവർ, ഈ സെക്ഷൻ്റെ വിവിധ കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന മിഷൻസ്, അതുപോലെ CA കമ്മിറ്റി, പ്രയറിൻ്റെ വിവിധ ചുമതലകളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലുണ്ടല്ലോ. പിന്നാലെ നമുക്ക് വെൽക്കം ചെയ്യുവാൻ പ്രിയ ദൈവദാസനുണ്ടെങ്കിലും സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്രാവശ്യത്തെ CA ക്യാമ്പിൻ്റെ തീമായിട്ട് നാം എടുത്തിരിക്കുന്നത് യുവജനങ്ങളും വേർപാടും എന്നുള്ള വിഷയമാണ്. CA കമ്മിറ്റിയായിട്ട് ഒരു നല്ല തീം സെലക്ട് ചെയ്യാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ ദൈവസഭ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന, വചനം പറയുന്നത് ഓരോ കാറ്റിനാൽ ആടിയുലയുന്ന അനുഭവങ്ങളിലൊക്കെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ യുവജനങ്ങൾക്ക് രക്ഷിക്കപ്പെടുക, അതിൻ്റെ അടിസ്ഥാനങ്ങൾ സ്നാനപ്പെടുക, വേർപെട്ട ജീവിതം ആത്മിക ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണം വരെ നിലനിൽക്കുന്ന അതിവിദൂരമുള്ള അതിദൈർഘ്യമുള്ള വലിയ വില കൊടുക്കേണ്ട ഒരു അനുഭവമാണ് വേർപാട്. ചില വാക്കുകൾ കൊണ്ട്, ചില അക്ഷരങ്ങൾ കൊണ്ട് വേർപാടെന്നുള്ള വാക്ക് പൂർത്തീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ ജനനം തന്നെ ദൈവവചനത്താലും ആത്മാവിനാലും ദൈവവചന പ്രകാരമുള്ള ജനനമാണ് വീണ്ടും ജനനം. അപ്പോൾ തന്നെ ആത്മീക ജനനങ്ങൾ സംഭവിക്കുമ്പോൾ യേശു പറഞ്ഞു, എന്നെ വിട്ടു പോകുന്നവന്റെ പേര് മണ്ണിൽ എഴുതി വയ്ക്കും.
ക്രിസ്തീയ ജീവിതത്തിന്റെ കാതലായ ആത്മീക അനുഭവങ്ങളെ പലപ്പോഴും അതിന് വില കൊടുക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ നടുവിൽ ഈ പ്രാവശ്യത്തെ CA ക്യാമ്പ് ടീം അതൊക്കെ നമുക്ക് അനുഗ്രഹമായി മാറും. ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ ദൈവം അയക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്ന് നമ്മെ വെൽക്കം ചെയ്യേണ്ടതിനായിട്ട് നമ്മുടെ സിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ മാത്യു ബർസിനെ പുരുഷൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് ഈ CA ക്യാമ്പിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന CA ക്യാമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് നമ്മൾ കമ്മിറ്റിയായി ക്രമീകരിച്ചിരിക്കുന്നത്. യുവജനങ്ങളും വേർപാടും എന്ന് പറയുന്ന ഒരു തീമിനെ, ഒരു ആശയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്ന ഒരു തീമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്നുള്ളത് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് അധികമൊന്നും തന്നെ ആ വാക്യം എടുക്കുകയോ ഒരുപക്ഷെ അതിൽ നിന്ന് അതിന്റെ പശ്ചാത്തലമൊന്നും ഒരുപക്ഷെ പാസ്റ്റേഴ്സ് പ്രസംഗിക്കത്തില്ല. അത് നമ്മളൊരു തീമായിട്ട് കൊടുത്തിട്ട് ഈ കാലഘട്ടത്തില് യുവജനങ്ങൾ ഏതൊക്കെ നിലവാരത്തിൽ വേർപെടണം, ദൈവത്തിങ്കിലേക്ക് എങ്ങനെ അടുത്തു വരണം എന്ന ഒരു വിഷയമാണ് പ്രധാനമായിട്ട് നാം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റായിട്ട് വരുന്ന പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ആ വാക്യം പോലും എടുത്തില്ലല്ലോ എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് വെച്ച് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ അങ്ങനെയാണ് പാസ്റ്റേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ ആധുനിക കാലഘട്ടത്തിലുള്ള ആ പ്രതിസന്ധികൾ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടം പോസ്റ്റ് മോഡേണിസം കഴിഞ്ഞ് മെറ്റാ മോഡേണിസം കാലഘട്ടമാണ്. ഓരോ ജനറേഷൻ ഉണ്ട് ഓരോ കാലഘട്ടത്തിൽ. നമ്മൾ 2024 പോസ്റ്റ് മോഡേണിസം അവസാനിക്കുകയാണ്. പോസ്റ്റ് മോഡേണിസം എന്നാണ് സാധാരണ നമ്മൾ അതിനെ പറയുന്നത് ഈ കാലഘട്ടത്തെ. പക്ഷേ 2025 മുതൽ മെറ്റാ മോഡേണിസം എന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തില് എങ്ങനെയൊക്കെ യുവജനങ്ങൾ വേർപെടണം എന്നുള്ള ഒരു പ്രത്യേക തീമാണ് നിങ്ങളുമായി സംസാരിക്കാൻ ദൈവദാസന്മാരെ ഒന്ന് വിളിച്ചിരിക്കുന്നത്. എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങളെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഈ CA ക്യാമ്പ്